കഴിഞ്ഞ വാരത്തിലെ ലയോ 14 പാപ്പയുടെ വിശേഷങ്ങൾ അറിയാം. ആഗോള കത്തോലിക്ക സഭയുടെ ഉൾത്തുടിപ്പുകൾ അറിയാം. വത്തിക്കാനുമായി ബന്ധപ്പെട്ട വാർത്തകളും അറിയാം. ഷെക്കീന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇത്തിരി വിവാഹക്കാര്യമായാലോ. സ്പോസി നോവെല്ലി എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? പുതുതായി വിവാഹം കഴിച്ച ദമ്പതികൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മാർപ്പാപ്പമാരുടെ ബുധനാഴ്ചകളിലെ പൊതുദർശന പരിപാടിയുടെ ഭാഗമായിട്ടാണ് സ്പോസി നോവെല്ലി സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 മുതൽ 6 മാസം വരെ കാലത്തിനുള്ളിൽ വിവാഹിതരായ നവദമ്പതിമാർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളത്. ഇടവക വൈദികൻ സാക്ഷ്യപ്പെടുത്തിയ തങ്ങളുടെ വിവാഹ രജിസ്റ്ററിന്റെ കോപ്പി ഇതിൽ പങ്കെടുക്കാൻ അത്യാവശ്യമാണ്. അതോടൊപ്പം ദമ്പതികൾ വിവാഹ വസ്ത്രം ധരിച്ചിരിക്കുകയും വേണം. വധുവിന്റെ വസ്ത്രം തോൾ മറയ്ക്കത്തക്ക വിധത്തിലായിരിക്കണമെന്ന നിർബന്ധവുമുണ്ട്. പാപ്പ ഈ ദമ്പതികളെ ഓരോരുത്തരെയും വ്യക്തിപരമായി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പിയൂസ് 12 പാപ്പയാണ് സഭയിൽ ഇത്തരമൊരു ചടങ്ങ് ആദ്യമായി സംഘടിപ്പിച്ചത്. അന്ന് തൊട്ട് ഇന്നുവരെ എല്ലാ മാർപ്പാപ്പമാരും ഈ ചടങ്ങിൽ പങ്കെടുത്ത് നവദമ്പതിമാരെ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നവദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഗ്രഹത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. പാപ്പയെ വ്യക്തിപരമായി കാണുവാനും അഭിവാദ്യം അർപ്പിക്കുവാനും കഴിയുന്ന അസുലഭ അവസരമാണ്. ലയോ 14 പാപ്പ സ്പോസി നോവെല്ലിയിൽ പങ്കെടുത്ത് വധൂവരന്മാർക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്നത് കഴിഞ്ഞ ആഴ്ചയിലെ വത്തിക്കാൻ വാർത്തകളിൽ ഒന്നായിരുന്നു. തന്റെ മാതാപിതാക്കൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ദമ്പതികളായിരുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു. തന്റെ മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും ജപമാല ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരുടെ പരസ്പര സ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവും എനിക്കെപ്പോഴും അനുഗ്രഹപ്രദമായിരുന്നു. അതൊരു അതിശയകരമായ കാര്യമായിരുന്നു, പാപ്പ പറഞ്ഞു. ദമ്പതികൾ തങ്ങളുടെ ആത്മീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പ്രാർത്ഥനാ ശൈലി സാവധാനമാണെങ്കിലും കണ്ടെത്തി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. സ്പോസി നോവെല്ലിയിൽ പങ്കെടുക്കാനുള്ള അവസരത്തിനു വേണ്ടി പ്രിഫെക്ചർ ഓഫ് ദ പേപ്പൽ ഹൗസ് ഹോൾഡ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇറ്റാലിയൻ സംവിധാനത്തിലൂടെ ഇത് സാധിച്ചെടുക്കുക എന്നത് ദുഷ്കരമാകുന്ന സാഹചര്യത്തിൽ അതാത് മെത്രാൻ സംഘം വഴി ബന്ധപ്പെട്ടും ടിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഓഡിയൻസ് തീയതിക്ക് ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ച മുൻപെങ്കിലും അപേക്ഷകൾ ഓഫീസിൽ ലഭിച്ചിരിക്കണം. ലയോ മാർപ്പാപ്പ വേനലവധിക്കായി കാസിൽ ഗൊണ്ടോൽഫിയിലേക്ക് പോകുന്നതിനാൽ ജൂലൈ മാസത്തിൽ ആഴ്ചതോറുമുള്ള പൊതുദർശന പരിപാടി ഉണ്ടായിരിക്കുന്നതല്ലെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. അതനുസരിച്ച് ജൂലൈ 9, 16, 23 തീയതികളിൽ പൊതുദർശന പരിപാടി ഉണ്ടായിരിക്കുന്നതല്ല. പാപ്പയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് കാസിൽ ഗൊണ്ടോൽഫിയിൽ ലഭിച്ചത്. വിവാ പാപ്പ വിളികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. പാപ്പയ്ക്കൊപ്പം ഫോട്ടോയെടുക്കാൻ വിശ്വാസികൾ മത്സരിച്ചു. 2ാം വത്തിക്കാൻ നഗരം എന്നുകൂടി പേരുള്ള കാസിൽ ഗൊണ്ടോൽഫിയിലെത്തിയ പാപ്പായുടെ ഇവിടുത്തെ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 10-നും 20 ഞായറാഴ്ച രാവിലെ 9:30-നും അർബാനോ കത്തീഡ്രലിൽ രാവിലെ 9:30-നും വിശുദ്ധ കുർബാന അർപ്പിക്കും. ജൂലൈ 13, 20 ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചത്തുരത്തിൽ കർത്താവിന്റെ മാലാക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും വിശ്വാസികളെ ആശീർവദിക്കുകയും ചെയ്യും. മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയാണ് കാസിൽ ഗൊണ്ടോൽഫ. റോമിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ ആൽബൻ കുന്നുകളിലാണ് ഈ വസതി സ്ഥിതി ചെയ്യുന്നത്. ആൽബാനോ തടാകത്തിന് അഭിമുഖമായി 135 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കെട്ടിട സമുച്ചയമാണ് കാസിൽ ഗൊണ്ടോൽഫ. 17ാം നൂറ്റാണ്ടിലെ പ്രധാന വില്ല, ഒരു നിരീക്ഷണാലയം, ഒരു ഫാം ഹൗസ് എന്നിവയോട് കൂടിയതാണിത്. നൂറ്റാണ്ടുകളായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായി ഇവിടെ ഉപയോഗിച്ചു വരുന്നു. 2016 മുതൽ ഒരു മ്യൂസിയമായും പ്രവർത്തിക്കുന്നു. സാവല്ലി കുടുംബത്തിന്റെ അധീനത്തിലായിരുന്ന ഈ കെട്ടിടവും സ്ഥലവും കടം വീട്ടുന്നതിനായി കൈമാറിയതിനെ തുടർന്നാണ് വത്തിക്കാൻ ഇത് ഏറ്റെടുത്തത്. 13ാം നൂറ്റാണ്ട് മുതൽ ഇവിടം വത്തിക്കാന്റേതായി. ഇറ്റാലിയൻ വാസ്തുശില്പിയായ കാർലോ മഡർണോയാണ് ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത്. പിയൂസ് 11 പാപ്പയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും നവീകരണങ്ങൾ നടത്തിയതും. 2ാം ലോക മഹായുദ്ധകാലത്ത് അനേകം യഹൂദർക്ക് അഭയസ്ഥാനമായും കാസിൽ ഗൊണ്ടോൽഫ മാറിയിട്ടുണ്ട്. 1944-ൽ ഇതിനു നേരെ നടന്ന ബോംബാക്രമണത്തിൽ 500ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. 1958-ൽ പിയൂസ് 11-നും 1978-ൽ പോൾ 6-നും മരണമടഞ്ഞതും ഇവിടെ വച്ചായിരുന്നു. ജോൺ പോൾ 2-നും ബെനഡിക്ട് 16-നും വേനലവധിക്കായി ഇവിടെ പലതവണ വന്നിട്ടുണ്ട്. ബെനഡിക്ട് 16-ൻ രാജിവെച്ചതിന് ശേഷവും 2015-ലെ വേനൽക്കാലത്ത് 2 ആഴ്ചയോളം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും കാസിൽ ഗൊണ്ടോൽഫിയിൽ അന്തിയുറങ്ങിയിട്ടില്ല.
2013 ജൂണിൽ തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. എന്നാൽ 2 തവണ അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ജൂലൈ 6 മുതൽ 20 വരെയും ഓഗസ്റ്റ് 15 മുതൽ 17 വരെയും ലയോ പൊന്നലമൻ പാപ്പ കാസിൽ ഗോണ്ടോൾഫിയിൽ അവധിക്കാലം ചെലവഴിക്കും എന്നാണ് നിലവിലുള്ള സൂചനകൾ. റോം മുനിസിപ്പാലിറ്റി നഗരപരിഷ്കരണത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂബിലി വർഷത്തിൽ വിശുദ്ധ വാതിലിലേക്കുള്ള പ്രവേശം കൂടുതൽ എളുപ്പമാക്കാൻ 3 പ്രത്യേക പാതകൾ ഒരുക്കിയിരിക്കുന്നതാണ് അതിൽ പ്രധാനം. ഭിന്നശേഷിക്കാർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും ഭാഷാപരവും ബുദ്ധിപരവുമായ പരിമിതികൾ ഉള്ളവർക്കുമാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. പ്രത്യേക അടയാളങ്ങളുടെ സഹായത്തോടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കും ബസിലിക്കയിലേക്കും വിശുദ്ധ വാതിലിലേക്കും എത്തിച്ചേരാൻ സഹായിക്കുന്ന വിധത്തിലാണ് പുതിയ സംവിധാനം. റിസോർജിമെന്തോ സ്ക്വയർ, പിയ സ്ക്വയർ സാന്ത് ഒഫീച്ചിയോ എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് എത്താൻ സഹായിക്കുന്ന വിവിധ ഭാഷകളിലുള്ള വഴികാട്ടികൾ, ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനം തുടങ്ങി വിവിധ പദ്ധതികളാണ് നഗരം ഒരുക്കിയിരിക്കുന്നത്. വിശ്രമ കേന്ദ്രങ്ങൾ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ, കുടിവെള്ളം, മറ്റ് പ്രത്യേക സഹായങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങൾ കൂടുതലായി ലഭ്യമാക്കുന്നതിനും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷകൾക്ക് പുറമെ ആംഗ്യഭാഷയിലുള്ള അടയാളങ്ങളും QR കോഡ് ഉപയോഗിച്ചുള്ള ആശയവിനിമയവും കാഴ്ചക്കുറവ്, വർണ്ണാന്ധത തുടങ്ങിയവ മൂലം ബുദ്ധിമുട്ടുന്നവർക്കായി ബ്രെയിലി ഭാഷ, ദൃശ്യതീവ്രത കൂടിയ ചിത്രങ്ങൾ, പ്രത്യേക അക്ഷരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മാപ്പുകളും തീർത്ഥാടകർക്കായി ഒരുക്കിയ പുതിയ സൗകര്യങ്ങളിൽപ്പെടും. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള 3 പാതകളിൽ 5 മീറ്റർ ഇടവിട്ട് സ്പർശനത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രത്യേകതരം കാൽപ്പാടുകളുടെ അടയാളവും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ സന്ദർശകർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള ഒരു പദ്ധതിയാണ് തങ്ങൾ ആരംഭിക്കുന്നതെന്ന് റോം മേയർ റോബേർട്ടോ ഗോൾത്തിയേരി ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു. ആഗോള മൂല്യങ്ങളുടെയും ജൂബിലിയുടെ ചൈതന്യത്തിന്റെയും ആശയങ്ങളോട് ചേർന്ന് പോകുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പോയ വാരം വിവിധ ലോക നേതാക്കൾ ലയോ പൊന്നലമൻ പാപ്പയെ സന്ദർശിച്ചു. വിയറ്റ്നാം വൈസ് പ്രസിഡന്റ് വോ തി ആക് സുവാൻ ലയോ ആണ് മാർപ്പാപ്പയെ ആദ്യം സന്ദർശിച്ചത്. ജൂൺ 30 രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. തികച്ചും സൗഹൃദപരം എന്ന വത്തിക്കാൻ വിശേഷിപ്പിച്ച കൂടിക്കാഴ്ചയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ, വിയറ്റ്നാം പൊതുസമൂഹത്തിന് കത്തോലിക്ക സഭ നൽകുന്ന സംഭാവനകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തുർക്കി പ്രസിഡന്റിന്റെ ഭാര്യ എമിനി എർഡോഗനുമാണ് പാപ്പയെ സന്ദർശിച്ച മറ്റു 2 പേർ. ജൂലൈ 2 തീയതിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും തുർക്കിയുടെ പ്രഥമ വനിതയും തമ്മിലുള്ള പാപ്പയുടെ കൂടിക്കാഴ്ച നടന്നത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോലിനുമായും വത്തിക്കാനും മറ്റു രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗറുമായും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നവംബർ അവസാനം തുർക്കി സന്ദർശിക്കാനുള്ള തന്റെ ആഗ്രഹം പാപ്പ പ്രഥമ വനിതയെ അറിയിച്ചു. മെയ് 8 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ലയോ 14 ഇതുവരെയും ഒരു അപ്പസ്തോലിക യാത്രയെക്കുറിച്ചും പരസ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ കൗൺസിലിന്റെ 1700 വാർഷികം പ്രമാണിച്ച് തുർക്കി സന്ദർശിക്കാനുള്ള ആഗ്രഹം ബാക്കി വെച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ആ ആഗ്രഹം ലയോ പാപ്പായിലൂടെ പൂർത്തിയാക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ലയോ പാപ്പയുടെ തുർക്കി സന്ദർശനത്തെക്കുറിച്ച് പാത്രിയാർക്ക ബർത്തലോമിയോയും ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സൂചന നൽകിയിരുന്നു. നാല് വ്യത്യസ്ത സന്യസ്ത സഭാ സമൂഹങ്ങളുമായി ലയോ പൊന്നലമൻ പാപ്പ ജൂൺ 30 സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ദിവ്യകാരുണ്യത്തിന്റെ മക്കൾ, ബെസിലിയോയുടെ സമൂഹം, അഗസ്റ്റീനിയൻ സംരക്ഷണത്തിന്റെ സഹോദരിമാർ, തിരുഹൃദയങ്ങളുടെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ എന്നീ സന്യസ്ത സഭാ സമൂഹങ്ങളുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ജനറൽ ചാപ്റ്ററിന്റെയും ജൂബിലി തീർത്ഥാടനത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു ഇവർ വത്തിക്കാനിലെത്തിയത്. വ്യത്യസ്ത കാലങ്ങളിലും സാഹചര്യങ്ങളിലുമാണ് ഈ സന്യാസ സമൂഹങ്ങളെല്ലാം ഉണ്ടായതെങ്കിലും സമർപ്പിത ജീവിതത്തിൽ ശുശ്രൂഷയുടെ വിവിധ മാർഗങ്ങളാണ് കാണാൻ കഴിയുന്നതെന്ന് പാപ്പ പറഞ്ഞു. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹം ഗ്രഹിച്ച് ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, പാപ്പ ആശംസിച്ചു. വിശപ്പിനെ യുദ്ധായുധമായി ഉപയോഗിക്കരുതെന്ന് ലയോ പൊന്നലമൻ പാപ്പ. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടനയുടെ 44ാമത് കോൺഫറൻസ് സെഷന് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്.
ആളുകളെ പട്ടിണിക്കിട്ടുകൊന്ന് യുദ്ധം നടത്തുന്നത് വളരെ വില കുറഞ്ഞ മാർഗമാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ പൂഴ്ത്തിവെക്കുക, വീട് കത്തിക്കുക, കന്നുകാലികളെ മോഷ്ടിക്കുക, ദുരിതം അനുഭവിക്കുന്നവർക്കും സഹായം ആവശ്യമുള്ളവർക്കും മാനുഷിക സഹായം നിഷേധിക്കുകയും തടയുകയും ചെയ്യുക എന്നീ പ്രവൃത്തികളെയെല്ലാം പാപ്പ വിമർശിച്ചു. യുദ്ധം, ദാരിദ്ര്യം, വിശപ്പ് ഇവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധം എടുത്തു കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു പാപ്പയുടെ സന്ദേശം. അന്താരാഷ്ട്ര ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടെ സുപ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടും ലോകത്തിലെ ദരിദ്രർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ UN-ന് സാധിച്ചിട്ടില്ലെന്ന് പാപ്പ പറഞ്ഞു. സമാധാനവും സ്ഥിരതയുമില്ലാതെ സുസ്ഥിരമായ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങൾ ഉറപ്പാക്കാനോ എല്ലാവർക്കും ആരോഗ്യകരവും പ്രാപ്യവും സുസ്ഥിരവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കാനോ കഴിയില്ലെന്നും പാപ്പ വ്യക്തമാക്കി. ഇനി നമുക്ക് വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്ക് പോകാം. കോൺസ്റ്റന്റൈൻ ഹാൾ സന്ദർശകർക്ക് തുറന്നുകൊടുത്തതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിലേക്ക്. പ്രശസ്ത ചിത്രകാരനായ റാഫേലിന്റെ മാസ്റ്റർ പീസുകൾ സൂക്ഷിച്ചിരിക്കുന്നത് വത്തിക്കാൻ അപ്പസ്തോലിക് പാലസിലെ കോൺസ്റ്റന്റൈൻ ഹാളിലാണ്. മാക്സ് എൻഡിയസിനെതിരെ കോൺസ്റ്റന്റൈൻ വിജയം രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ്റ്റർ പീസും അതിൽപ്പെടും. ഒരു ദശാബ്ദ കാലത്തോളം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഇവിടം അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2015 മാർച്ചിൽ ആരംഭിച്ച് 2024 ഡിസംബറിൽ പൂർത്തിയായെങ്കിലും അപ്പോഴും അത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺസ്റ്റന്റൈൻ ഹാൾ സന്ദർശകർക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിലെ റോമൻ ചിത്രകലയുടെ അസാധാരണമായ സമന്വയമാണ് കോൺസ്റ്റന്റൈൻ ഹാൾ. ക്രൈസ്തവർക്ക് ആരാധന സ്വാതന്ത്ര്യം നൽകുകയും മിലാൻ വിളംബരത്തിലൂടെ ക്രിസ്തുമതത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്ത കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഹാളിന് പേര് നൽകിയിരിക്കുന്നത്. ലിയോ 10 മുതൽ സിക്സ്റ്റസ് 5 വരെ 5 മാർപ്പാപ്പമാരുടെ കീഴിൽ 60 വർഷക്കാലം വിവിധ കലാകാരന്മാരുടെയും വർക്ക് ഷോപ്പുകളുടെയും സൃഷ്ടിപരമായ സംഭാവനകൾ കൊണ്ട് ഈ ഹാൾ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. വിജാതീയ പാരമ്പര്യങ്ങളിൽ നിന്ന് റോമിലെ ക്രൈസ്തവരെ പരിവർത്തനം ചെയ്തെടുത്ത ഒരു കാലഘട്ടത്തെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നവയാണ് വിഷൻ ഓഫ് ദി ക്രോസ്, ബാറ്റിൽ ഓഫ് ദി മിൽവിയൻ ബ്രിഡ്ജ്, ബാപ്റ്റിസം ഓഫ് കോൺസ്റ്റന്റൈൻ, ഡൊണേഷൻ ഓഫ് റോം തുടങ്ങിയവ. വത്തിക്കാൻ മ്യൂസിയം ആൻഡ് കാറൽസൺ ഫൗണ്ടേഷൻ, ന്യൂയോർക്ക് ചാപ്റ്റർ ഓഫ് ദി പാട്രൺസ് ഓഫ് ദി ആർട്സ്, വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റ് എന്നിവയുടെ സഹകരണത്തോടും പിന്തുണയോടും കൂടിയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. ലേസർ സ്കാനുകളിലൂടെയും 3D മോഡലുകളിലൂടെയും ചുവർചിത്രങ്ങളെ പുനരവതരിപ്പിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റൈൻ ഹാൾ വീണ്ടും തുറന്നതിലൂടെ വത്തിക്കാൻ മ്യൂസിയത്തിലെ ഒരു പ്രധാന ഇടം പുനഃസ്ഥാപിക്കുക മാത്രമല്ല, നവോത്ഥാന മാസ്റ്റർ പീസുകളെ പുതിയ കാലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ടെക്സാസിലെ വെള്ളപ്പൊക്കത്തിലും റോം രൂപതയിലെ തീപിടുത്തത്തിലും ലിയോ മാർപ്പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. അമേരിക്കയിലെ ടെക്സസിലെ ഗോഡലോപ്പെ നദിയിലെ വെള്ളപ്പൊക്കം മൂലമുണ്ടായ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന പെൺമക്കളെ നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ഞാൻ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെക്സാസ് ദുരന്തത്തിൽ പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. റോം രൂപതയിൽപ്പെട്ട പ്രനെസ്തീനോ ലബിക്കാനോ പ്രദേശത്തെ പെട്രോൾ പമ്പിലുണ്ടായ സ്ഫോടനത്തിലും അഗ്നിബാധയിലും പാപ്പ അനുശോചനം അറിയിച്ചു. സ്ഫോടന ദുരന്തത്തിലകപ്പെട്ടവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ദുരിതവുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളെല്ലാം താൻ ആശങ്കയോടെ നോക്കുന്നുവെന്നും പാപ്പ സന്ദേശത്തിൽ അറിയിച്ചു. പൊന്തിഫിക്കൽ കമ്മീഷൻസ് ഫോർ ദ മൈനേഴ്സ് അഥവാ പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പുതിയ പ്രസിഡന്റായി ചാമ്പേരിയിലെ ആർച്ച് ബിഷപ്പ് തിബോൾട്ട് വെർണിയെ ലിയോ മാർപ്പാപ്പ നിയമിച്ചു. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇങ്ങനെയൊരു കമ്മീഷന് രൂപം നൽകിയത്. US കർദിനാൾ സീനോ മാലിയായിരുന്നു ആദ്യ പ്രസിഡന്റ്. നമ്മുടെ ഇടയിൽ ഏറ്റവും ദുർബലരായവരെ സംരക്ഷിക്കാനുള്ള സഭയുടെ ദൗത്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും അനുകമ്പയുമുള്ളവരാകാൻ സഹായിക്കുന്നതിനായി ഗൗരവമേറിയതും പവിത്രവുമായ കടമ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നതിൽ താൻ മാർപ്പാപ്പയ്ക്ക് നന്ദി പറയുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് വെർണിയെ പുതിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്തവരുടെ സംരക്ഷണത്തിനായി ലോകവ്യാപകമായി സഭ നടത്തിയ സംരക്ഷണ നടപടികളെക്കുറിച്ച് കർദിനാൾ സീന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വത്തിക്കാൻ 2024 പ്രസിദ്ധീകരിച്ചിരുന്നു. ഫ്രാൻസിലെ ചാമ്പേരി ആർച്ച് ബിഷപ്പായി 2023 വെർണിയെ നിയമിച്ചത്. ലിയോ 14 പാപ്പ ബാല്യകാലത്ത് താമസിച്ചിരുന്ന ഇലിനോയ്സ് ഡോൾട്ടണിലെ വീട് ഏറ്റെടുക്കാൻ വില്ലേജ് കൗൺസിൽ തീരുമാനിച്ചു. ജൂലൈ 1 നടന്ന പ്രത്യേക മീറ്റിംഗിലാണ് വില്ലേജ് കൗൺസിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മേയർ ജോസൺ ഹൗസാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും വോട്ടെടുപ്പ് നടത്തിയതും. വിശ്വാസ ജീവിതത്തിൽ തീർത്ഥാടനങ്ങൾ പ്രധാന പങ്കുവയ്ക്കുന്നുവെന്ന് മാർപ്പാപ്പ. തീർത്ഥാടനങ്ങൾ ഓരോ ക്രൈസ്തവനെയും
ക്രിസ്തുവുമായി അടുപ്പിക്കാനും ജീവിതത്തിൽ ദൈവഹിതം എന്താണെന്ന് വേർതിരിച്ചറിയാനും സഹായിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. തീർത്ഥാടനങ്ങൾ നമ്മെ വീടുകളിൽ നിന്നും അനുദിന വ്യാപാരങ്ങളിൽ നിന്നും ഒഴിവാക്കി നമ്മുടെ സമയവും സ്ഥലവും ദൈവവുമായുള്ള അഭിമുഖീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലാൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരെയും യുവജനങ്ങളെയും വത്തിക്കാനിൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. ശരിയായ വിവേചനത്തിനു വേണ്ടിയുള്ള വരം ലഭിക്കാൻ എന്ന ജൂലൈയിലെ പ്രാർത്ഥനാ നിയോഗം പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയും ദൗത്യത്തോടും കൂടിയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ കൂടുതൽ മനസ്സിലാക്കാനും അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കാനും ക്ഷണിക്കുന്നു. ഓരോ ദിവസവും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരാനും ശ്രമിക്കണമെന്ന് പാപ്പ പറഞ്ഞു. ലയോ മാർപ്പാപ്പയുടെ ജൂലൈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയമങ്ങളടങ്ങിയ വീഡിയോ പുറത്തുവിട്ടു. ശരിയായ വിവേചനത്തിനുള്ള വരം ലഭിക്കാൻ വേണ്ടി എന്നതാണ് ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം. ശരിയായ രീതിയിൽ കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള കൃപ ലഭിക്കാനായി പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പുതിയ പ്രാർത്ഥന വായിക്കുന്ന പാപ്പയെ ആണ് വീഡിയോയിൽ കേൾക്കാൻ കഴിയുന്നത്. Holy Spirit, you light of our understanding, gentle breath that guides our decisions, grant me the grace to listen attentively to your voice and to discern the hidden paths of my heart. വിവേചന ശക്തിയുടെ അഭാവം മൂലം പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ വിവേചനാപൂർവം തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ ലഭിക്കുന്നതിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യമാണ് പാപ്പയുടെ ഈ നിയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. Of the feelings that dwell within me and of the thoughts that overwhelm me, which so often. കുട്ടിക്കാല ഓർമ്മകൾ പങ്കുവച്ച് മാർപ്പാപ്പ. ലയോ മാർപ്പാപ്പയുടെ വാക്കുകളിലേക്ക്. എനിക്ക് 6 അതിൽ താഴെയോ പ്രായമുള്ളപ്പോഴാണ് ഇടവക ദേവാലയത്തിൽ അൾത്താരബാലനായി ശുശ്രൂഷ ആരംഭിച്ചത്. രാവിലെ 6:30 കുർബാന. അമ്മ രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ചെണീൽപ്പിച്ച് കുർബാനയ്ക്ക് കൊണ്ടുപോകും. നമുക്ക് കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞാണ് അമ്മ ഞങ്ങളെ വിളിച്ചിരുന്നത്. ഇത് ലയോ 14 പാപ്പയുടെ വാക്കുകൾ. വാർഷിക സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു മാർപ്പാപ്പ. വത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെ മക്കളും യുക്രൈനിൽ നിന്നുള്ള കുട്ടികളും ഉൾപ്പെടെ 600 പേരാണ് പങ്കെടുത്തത്. നിരവധി കുട്ടികൾക്ക് പാപ്പ ഓട്ടോഗ്രാഫ് നൽകി. ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ പാപ്പ അവർക്കൊപ്പം ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തു. അൾത്താരബാലനായി ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് തന്നെ ക്രിസ്തുവാണ് എപ്പോഴും നമ്മുടെ അടുത്തുള്ളത് എന്നും അവിടുന്ന് മാത്രമാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നുമുള്ള ബോധ്യം മാതാപിതാക്കൾ നൽകിയിരുന്നുവെന്നും പാപ്പ അനുസ്മരിച്ചു. നന്നേ ചെറുപ്രായത്തിൽ തന്നെ പരസ്പര ആദരവോടെ വളർന്നു വരണമെന്നും പാപ്പ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഈ ആഴ്ചയിലെ വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. മാർപ്പാപ്പയെയും വത്തിക്കാനെയും കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.